ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. സത്യത്തിൽ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരെക്കാളും കേരളത്തിലെ ജോലി സാധ്യത എന്ന് പറയുന്നത് IT, പോളിയൊക്കെ +2 കഴിഞ്ഞു അല്ലെങ്കിൽ 10 കഴിഞ്ഞും ഒക്കെ പഠിച്ചവർക്കും അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചവർക്കും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഫാക്റ്റുകളും അതുപോലെ തന്നെ അവിടെയുള്ള ഒഴിവുകളും ജോലി സാധ്യതകളെന്നും പറയുന്നത് ഈ ഡിഗ്രി കഴിഞ്ഞവരെ കാലം കൂടുതൽ ആക്ച്വലി നിങ്ങൾ അറിയാതെ പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പലരും പറയുന്നു IT ഒക്കെ പഠിച്ചാൽ ഒരു തൊഴിലും ഇല്ല, അല്ലെങ്കിൽ അല്ലാതെ സ്വന്തമായിട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് തൊഴിൽ കണ്ടെത്തേണ്ടി വരും. പക്ഷേ മക്കളെ, നിങ്ങൾക്കാണ് ആക്ച്വലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും IT അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോളി ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളോ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ജോലി നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്ര സർവീസിലെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ചിലത് സെപ്റ്റംബർ 3, സെപ്റ്റംബർ 5, മറ്റ് ചിലതെന്ന് പറയുന്നത് ഒക്ടോബർ 31 വരെയാണ്. തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏതാണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് അപ്ലൈ ചെയ്തുകൊണ്ട് ജോബുകൾ കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ചിലത് ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ട്, ചിലത് ചെറിയ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ പലതും നിങ്ങൾ അറിയാതെ പോകരുത്. കാര്യത്തിലേക്ക് കടക്കാം. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ഇൻസ്റ്റാഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സും അലർട്ട്സും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ സംഭവമൊന്നുമില്ല, 10th ലെവലിലും അതുപോലെ തന്നെ +2 ഡിപ്ലോമ ലെവലിൽ നമുക്ക് ഡിപ്ലോമ +2 തന്നെ സംസാരിക്കാം. +2 ലെവലിൽ 22,961 വേക്കൻസികളാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് സാലറി 25,000 to 35,000 ആണ്. അത് ഉടനെ തന്നെ 40,000 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിപ്ലോമ 21,310 ആണ്. ITI 23,133 ജോബ് വേക്കൻസി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ ഡിപ്ലോമ ലെവലിൽ പോവാണ്. ഡിപ്ലോമ ലെവലിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ജോബുകൾ IUCL ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 18 ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് NFDC വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 8 ആണ്. RCFL വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് സെയിൽ ജോബ്സുകളുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകളുണ്ട്. NHPC ജോബ്സ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പവർ ഗ്രിഡ് ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് നിൽക്കുന്നവർക്ക് ഫീൽഡ് എഞ്ചിനീയർ ആയിട്ടും സൂപ്പർവൈസറായിട്ടും പോകാൻ പറ്റുന്ന ജോബുകളാണ്. ECHS ഇത്തരത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വന്ന് കിടക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് ITIക്കാർക്ക് മാത്രമാണ്. ഇനി ഡിപ്ലോമ ലെവലിൽ പോകുമ്പോൾ അത് കുറച്ചുകൂടി വൈഡായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് 12th ലെവലിൽ ഞാൻ പോവാണ്. 12th ലെവലിൽ ഇപ്പോൾ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ജോബുകൾ കോമൺ ആയിട്ട് വരുന്നതിനോടൊപ്പം തന്നെ സദേൺ റെയിലിലെ ചില പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ GSSB ജോബ്സിൽ ഫയർമാൻ കം ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നാഫിൻസ് ജോബ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾ അവരവരുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉൾപ്പെടെ അടങ്ങിയ ഒരു വെബ്സൈറ്റ് ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം. നിങ്ങൾ ജസ്റ്റ് കയറുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, 12th ആണോ അതുപോലെ തന്നെ ഡിഗ്രി ആണോ ഈ പറഞ്ഞ പോലെ ITI ഡിപ്ലോമ ലെവലിലാണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ കേരളം, നിങ്ങൾ എവിടെയാണോ പ്രിഫർ ചെയ്യുന്നത്, ഓൾ ഇന്ത്യ ആണെങ്കിൽ അത്രയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. എന്നിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കുക, എന്നിട്ട് അതിൽ അപ്ലൈ ചെയ്യുക. ഈ ലാസ്റ്റ് ഡേറ്റ് കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി ഇതിലൂടെ നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. സോ ഇത് അറിയാതെ അപ്ലൈ ചെയ്യാതെ പോകരുത്. അതിനാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. മറ്റ് വാർത്തകളുമായിട്ട് കാണാം. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.